നിങ്ങളിപ്പോ എന്തോ പറഞ്ഞേ? ആ വിഷ്ണു ഉള്ളപ്പോ ശാരദയും മക്കളെയും തൊടാൻ പറ്റില്ലാന്ന്. അല്ല, അതിനു മുൻപ്. അതിനു മുമ്പ് പറഞ്ഞ ഞാനാ ശാരികയുടെ കല്യാണം നടക്കാൻ പോകുന്നെന്ന്. വരൻ കോളേജ് ലെക്ചറർ അല്ലേ? ആ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ ശാരദാമ്മയ്ക്കോ മക്കൾക്കോ ഇനിയൊരു ശല്യം ഉണ്ടാവാൻ പാടില്ലെന്ന. അവിടെ നിന്ന് അവര് കുടിയൊഴിയാൻ പോകുന്നില്ല ഒരിക്കലും. ഈ വിഷ്ണുവാണ് ഇനി അവർക്ക് കാവൽ. എന്താ ചേച്ചി എന്താ ആലോചിക്കുന്നത്? എടാ, ശാരദാമ്മയെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് വിഷ്ണു ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയത് ഓർമ്മയില്ലേ നിനക്ക്? ഉണ്ട്. ശാരദയുടെ മക്കളിൽ ഒരാളെ കണ്ടു ഭ്രമിച്ചിട്ടാതെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. എന്താ, ശരിയല്ലേ? അത് ഉറപ്പല്ലേ, സംശയം എന്തിനാ? അപ്പൊ അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണേതെന്ന് നിനക്കിപ്പോ മനസ്സിലായോ? ഇല്ല. എടാ തിരുമൊണ്ട, അത് ശാരികയായിരുന്നെങ്കിൽ അവൻ അവളുടെ കല്യാണം തടസ്സപ്പെടുത്താൻ നോക്കില്ലായിരുന്നോ? മാത്രമല്ല, ശാരിക വേറൊരു ബന്ധത്തിന് സമ്മതം മൂളോ? ശരിയാണല്ലോ. അപ്പൊ പിന്നെ ആ ഇളയ പെണ്ണ് ശ്യാമ, അവക്കതിനുള്ള പ്രായമായില്ലോ. പിന്നെയുള്ള ആള് ശാലിനി തന്നെ വിഷ്ണുവിന്റെ കാമുകി. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് നീ. ആളിയൊന്ന് പോളിയ. എന്റെ ചേച്ചി ഇപ്പൊ തന്നെ പോയി പറയ് ആ സത്യഭാമയോട് വിഷ്ണു പ്രേമിക്കുന്നത് ശാലിനിയാണെന്ന്. അവനെ അമ്മ തന്നെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും. അതോടെ കഴിയും നമുക്കുള്ള തടസ്സങ്ങളെല്ലാം. ഓടിച്ചെന്ന് പറയ്, സത്യഭാമ അവിടെ ട്രോഫി എടുത്ത് വെച്ചിട്ടുണ്ടാവും, കയ്യോടെ ഇങ്ങോട്ട് തന്നു വിടാൻ. വേണ്ട, സത്യഭാമയോട് ഇതങ്ങനെ നേരിട്ട് പറഞ്ഞാൽ ശരിയാവില്ലടാ. നമുക്കല്പം വളഞ്ഞ വഴി നോക്കിയാലേ പറ്റൂ. വിദേശത്ത് ജോലിയുള്ള ഒരു രാജശേഖരന്റെ മകളുമായി വിഷ്ണുവിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക ആ സത്യഭാമ. അവരുടെ കൂട്ടുകാരിയുടെ മോളാത്. പെണ്ണിനെ പറഞ്ഞാ നീ അറിയും. കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഫൈനൽ റൗണ്ട് വരെ എത്തിയ ആ സുസ്മിത തന്നെ. സുസ്മിതയോ? അങ്ങനെയാണെങ്കിൽ വിഷ്ണുവും ശാലിനിയും തമ്മിൽ അടുപ്പത്തിലാണെങ്കിൽ സുസ്മിതയ്ക്കിനി എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? കുക്കിംഗ് കോമ്പറ്റീഷൻ എന്ന പോലെ വിഷ്ണുവിന്റെ കാര്യത്തിലും ശാലിനിക്ക് മുമ്പിൽ തോക്കാനല്ലേ സുസ്മിതയ്ക്കിനി പറ്റൂ. ശരിയായിരിക്കും. പക്ഷെ ഒരിക്കലും സുസ്മിത തോൽക്കാൻ പാടില്ല. കാരണം ശാലിനിയെ വിഷ്ണു കല്യാണം കഴിച്ച നമ്മളും തോൽക്കുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കുന്നതാ നമുക്കിപ്പം നല്ലത്. ഈ സുസ്മിത നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ അവൾ വഴി ശാരദയുടെ വീട്ടിലും സത്യഭാമയുടെ വീട്ടിലും ബോംബുകൾ പൊട്ടിക്കാൻ നമുക്ക് പറ്റും. അതോടെ കുടുംബശ്രീ ശാരദയുടെ മാത്രമല്ല, ബ്ലേഡ് സത്യഭാമയുടെയും തകർച്ച തുടങ്ങുമെന്ന് അർത്ഥം. കൊള്ളാം. ചേച്ചിയുടെ ഉത്സാഹം കണ്ടപ്പോഴേ മനസ്സിലായി ഇനി പുതിയൊരു കളിക്ക് തുടക്കമായത്. ഇതിലെങ്കിലും നമുക്ക് അടിച്ച് കേറണം ചേച്ചി. ഇത്രയും നാളത്തെ തോൽവിക്ക് അതാണ് നമുക്ക് മറുപടി കൊടുക്കാൻ. കളി നമ്മള് ജയിക്കൂടാ. അതിനാദ്യം വേണ്ടത് കയ്യിലെ ചീട്ടുകൾക്കിടയിൽ ഒരു തുറുപ്പുകുലാന. സുസ്മിത എന്ന തുറുപ്പുകുലാൻ തന്നെ. അമ്മേ, എന്റെ ഫോൺ അടിക്കുന്നു. ആരാ? അറിയില്ല, പരിചയമില്ലാത്ത നമ്പരാ. ഇതാ.
ഹലോ ഹലോ ശാരദാമ്മയല്ലേ? അതെ. ഞാൻ വിജയലക്ഷ്മിയാ, രാജീവിന്റെ അമ്മ. ആ വിജയലക്ഷ്മിയോ? പറഞ്ഞാട്ടെ. നമുക്കപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് നീക്കണ്ടേ? പിന്നെന്താ, അതിനിവിടെ തടസ്സമൊന്നും ഇല്ല കേട്ടോ. സന്തോഷം. ഏതായാലും ഞങ്ങള് വന്ന് പെണ്ണിനെയും ചുറ്റുപാടും കണ്ടതല്ലേ, അതുകൊണ്ട് ഇനിയൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തണമെന്നില്ലെന്ന് തോന്നുന്നു. എന്താണ് ശാരദാമ്മയുടെ അഭിപ്രായം? അയ്യോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വേണ്ടെങ്കി വേണ്ട, അത്ര തന്നെ. പിന്നെ ഞങ്ങള് ജാതക ചേർച്ച നോക്കിയിരുന്നു, കുഴപ്പമൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ ഇനി നിശ്ചയം അങ്ങ് നടത്തി മുന്നോട്ട് പോകാമെന്നാ ആലോചിക്കുന്നേ. ആയിക്കോട്ടെ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. ഇവിടെ ജ്യോത്സ്യര് പറയുന്നത് നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ. അങ്ങനെയാണെങ്കി അന്നത്തേക്ക് തന്നെ വെച്ചാലോ നിശ്ചയം? പിന്നെന്താ, നിശ്ചയമല്ലേ, അതിന് വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ടല്ലോ. ജാതകം കൈമാറി ചെറിയൊരു കാപ്പി കൂടി നാളെ തന്നെ ആവാം. ഞങ്ങള് റെഡിയാ. ശരി, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ തക്കലേന്ന് പുറപ്പെടും. ആ ശരി, സന്തോഷം. എന്നാ പിന്നെ ഫോൺ വെക്കുക, നേരിട്ട് കാണാം. അയ്യോയ്യോ, വയ്ക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നിങ്ങൾ തക്കലേന്നല്ലേ വരുന്നത്? അതിനടുത്തുള്ള സ്ഥലമല്ലേ നാഗർകോയില്? ആ, തക്കല അത്ര അടുത്തൊന്നുമല്ല, എന്നാലും ഒരേ റൂട്ടാ. കാര്യം പറ ശാരദാമ്മേ. അല്ല, ശാലിനി മോളെ ഇപ്പൊ നാഗർകോയിലുണ്ട്. കളക്ടർ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതാ. നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ അവളെയും കൂടി ഒന്ന് കൊണ്ടുവന്നാ നന്നായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം മോള് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. അതിനെന്താ, ഞങ്ങള് കൊണ്ടുവന്നോളാം. ഞാൻ ഈ കാര്യം അവളെ വിളിച്ച് പറയാം. അവളുടെ നമ്പറേ ശാരി അങ്ങോട്ട് അയച്ചു തരും. ആയിക്കോട്ടെ, വേറൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആ ശരി മോളെ, നീയേ അവളുടെ നമ്പർ ഒന്ന് അയച്ചു കൊടുക്ക. ആ, കൃഷ്ണൻകുട്ടിയേട്ടാ, ഇത് നമുക്ക് പണിയാവുന്ന എനിക്ക് തോന്നുന്നത്. അതിപ്പോ പണി പാളിയെന്ന് എനിക്ക് മുമ്പേ മനസ്സിലായതാ. നിന്റെ മോൻ പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ. ഇപ്പൊ എന്ത് പറ്റി? നിശ്ചയത്തിന് വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ടെന്നാ ശാരദാമ്മ പറയുന്നത്. അവരെന്താണോ എന്തോ നമ്മളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നെ. പ്രേമമല്ലേടി, അവരൊരു കച്ചവടക്കാരി. ഇതൊരു ലാഭ കച്ചവടം ആക്കാനാ അവരുടെ ഉദ്ദേശം. എന്റെ ശക്തമായ അഭിപ്രായത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞേ പറ്റൂ. കാരണം ഇപ്പൊ ചോദിച്ചാലേ കിട്ടേണ്ടത് എന്തെങ്കിലും കിട്ടൂ. പെണ്ണ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാ പിന്നെ അതിനൊരു ചൂടും ഉണ്ടാവില്ല, നടപടിയും ഉണ്ടാവൂല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായി. ആ, അല്ല, ആരെയോ കൂടെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു കേട്ടല്ലോ, അതെന്തുവാ സംഭവം? അവരുടെ രണ്ടാമത്തെ മോള് ശാലിനി ഇവിടെ നാഗർകോവിലിൽ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടെന്ന്. അവളെയും കൂടെ ഒപ്പം കൂട്ടിക്കൊണ്ട് ചെല്ലാവോന്നാ ചോദിച്ചത്. ആ, അത് നന്നായി. വലിയ പഠിപ്പൊക്കെ പഠിക്കുന്ന കാര്യവിവരമുള്ള കുട്ടിയല്ലേ. നിശ്ചയത്തിന് മുമ്പേ അവളോട് കാര്യം പറയാം. പെൺകൂട്ടര് നമ്മുടെ ഡിമാൻഡുകൾക്കൊന്നും തയ്യാറല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മളെ നിശ്ചയം നടത്തണ്ടല്ലോ. ആ, അതും ശരിയാ. പക്ഷേ അവൻ ഈ പ്രേമം തലയ്ക്ക് പിടിച്ചതാ പ്രശ്നം. ഇവിടെ മഹാറാണി ജുവലേഴ്സിലെ ചിദംബരം മുതലാളിയുടെ മോളെ ഞാൻ സെറ്റാക്കി വെച്ചിരുന്നതാ. ആ ആഭരണങ്ങളെല്ലാമേ ഇവിടുത്തെ അലമാരയിൽ ഉണ്ടായിരുന്നേനെ. ആ, ഇനി പോയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ, ദേ, ആ ശാലിനിയുടെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. മഴയൊക്കെ ഇപ്പൊ തീരും. ചേട്ടൻ റെഡിയാവും, നമുക്ക് നേരത്തെ ഇറങ്ങണം. നമ്പർ അയച്ചു കൊടുത്തോ മോളെ? കൊടുത്തമ്മേ, അവരത് കാണുകയും ചെയ്തു. ആ, ഇനി നീയേ ശാലിനെ വിളിച്ച് പറ അവരവളെ വിളിക്കൂന്ന്. അവൾ ഇതുവരെ ഒന്നും വിളിച്ചില്ലല്ലോ. പരീക്ഷയുടെ കാര്യം എന്തായോ എന്തോ. എന്റെ ദേവി, എല്ലാം ഭംഗിയായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. എടുക്കുന്നില്ലമ്മേ, കോള് റിങ് ചെയ്ത് തീരുവാ. ആ, പരീക്ഷ ആയതുകൊണ്ട് ചിലപ്പോ സൈലന്റിൽ ഇട്ട് വെച്ചേക്കുമായിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വിളിക്കാം. ആ, നീയേ അതവിടെ വച്ചിട്ട് കടയിലോട്ട് ചെല്ല്. ശരി അമ്മേ.
വലിയ ഗൗരവത്തിലാണല്ലോ നടപ്പ്. ഓ, പരീക്ഷയുടെ വലിയ ടെൻഷനിലായിരിക്കും. ഇപ്പോ ഒന്നും ചോദിച്ച് ശല്യപ്പെടുത്തണ്ട. Please keep your phone in silent mode. Sure, sir. ശാലിനി, ഓ, ആശ പിന്നെയൊന്ന് വിളിച്ചു. ഓൾ ദ ബെസ്റ്റ്. അയ്യോ, ഓൾ ദ ബെസ്റ്റ്. ഇയാളൊന്ന് പോയി തരൂ. Start. ആരുടെ മേലെ കൈ വയ്ക്കാൻ പോയി അറിയോ നിനക്ക്? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ നേരെയാ. നാളെ ഞാൻ താലി കെട്ടാൻ നിശ്ചയിച്ച എന്റെ പെണ്ണിന്റെ മേലെയാ. എടോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രാത്രി തങ്ങാനെ നമുക്കൊരു റൂം എടുക്കാം. ஒரு ரூம். கப்பிள் சார், ஹனிமூன் பேக்கேஜ் செலக்ட் பண்ணட்டுமா? ഈശ്വര, ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നത്? അമ്മയോട് ഞാൻ ഇതൊക്കെ എങ്ങനെ പറയും? എങ്ങനെ പറയാതിരിക്കും? ആസീസേ, എടാ ഞാനിവിടെ ജ്ഞാനവേല എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടെ ഉണ്ട്. ആ ഇവിടെ എടുത്താടാ. എന്നാ വണ്ടി എടുത്ത് നീ ഇങ്ങോട്ട് വാ. ഓ ശരി ശരി, ഞാൻ ഇവിടെ ഉണ്ടാവും. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. ആത്മാത്മജാതിയാം മർക്കട വീരരും മർക്വാന്വയോദ്ഭൂതനാകിയ
ഈ പെണ്ണിത് അകത്ത് കയറി പോയിട്ട് നേരം കുറെ ആയല്ലോ. ഇവള് പ്രാർത്ഥിക്കല്ലാതെ തപസ്സിയാണോ അവിടെ? ആ, ചില കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ കുറെ കാത്തു കിടന്നേ പറ്റൂ. ആ, വരുന്നുണ്ട്. എന്റെ ദേവി, വിഷ്ണുവേട്ടനെ ആ ചായക്കടക്കാരിയുടെ മകളെയും തമ്മിൽ അകറ്റാൻ ഒരു ഉപായം തെളിയിച്ചു തരണേ. എന്തെങ്കിലും ഒരു കുഞ്ഞു വഴി കാട്ടിത്തന്നാ മതി. ഞാനത് വെട്ടി തുറന്നൊരു തുരങ്കമാക്കിക്കൊള്ളാം. കൂടെ നിന്ന് സഹായിക്കണേ. മനസ്സൊരുകിയുള്ള പ്രാർത്ഥനയാണല്ലോ. സത്യഭാമയുടെ മരുമോളാക്കണേന്നുള്ള നിശബ്ദ നിലവിളിയാണെന്ന് കണ്ടാൽ അറിയാം. എന്റെ ദേവി, നല്ലൊരു വഴിയാ ഇവളിലൂടെ നീ എനിക്ക് തെളിച്ചു തന്നിരിക്കുന്നത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യം നടത്തി തരണേ. ദേവി, ആരാ ഇത്? സുസ്മിത മോളല്ലേ? മോളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. അയ്യോ, നമ്മൾ കുക്കിംഗ് കോമ്പറ്റീഷന് കണ്ടതല്ലേ, ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ. ആ, എവിടെയോ കണ്ടുമറന്ന മുഖമാണല്ലോ എന്ന് ഞാനും ആലോചിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞ നമ്മൾ ആദ്യം കാണുന്നത് അവിടെ വെച്ചാണെങ്കിലും അന്ന് മുതലേ ഞാൻ സുസ്മിത മോളുടെ ഒരു ഫാനാ. ആ, പേര് പറഞ്ഞില്ല. ഓ, എന്റെ പേരിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്നേ. UK-യിൽ ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മോള് സുസ്മിതയുടെ അത്ര വരുവോ ഈ രാജേശ്വരി? രാജേശ്വരി? ആ, ഇപ്പൊ ഓർമ്മ വന്നു. രാജേശ്വരി ഗോപാലകൃഷ്ണൻ. നിങ്ങളും ഉണ്ടായിരുന്നല്ലോ ഫൈനൽ റൗണ്ട് വരെ. അതെ, അത് തന്നെ. സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ട് മത്സരിച്ചതല്ല. നിങ്ങൾ പിള്ളേരുടെയൊക്കെ കൈപുണ്യത്തിന് മുമ്പില് രാജേശ്വരിയൊക്കെ വെറും അശ്വല്ലേ. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് അല്ല, ഒരിക്കലും അല്ല. സുസ്മിത മോളെ കളിയാക്കാനോ ദോഷം കിട്ടും കേട്ടോ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചങ്കി കൊള്ളുന്ന വർത്താനം പറഞ്ഞാല്. ചുമ്മാ പറഞ്ഞതാ ചേച്ചി, സീരിയസ് ആയിട്ട് എടുക്കണ്ട. സന്തോഷം. ഞാൻ സുസ്മിത മോളുടെ ഫാനാണെന്ന് വെറുതെ പറഞ്ഞതല്ല. കുക്കിംഗ് കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോ രഹസ്യമായിട്ട് ഞാൻ മോൾ ഉണ്ടാക്കി വെച്ച ചക്ക പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തു. സ്വർഗം അല്ലേ, സ്വർഗം. അതിന്റെ 7 അയലത്ത് വരുമോ കുടുംബശ്രീ ശാലിനി ഉണ്ടാക്കിയ ആ കപ്പ പിണ്ണാക്ക്. വിധി നിർണയത്തിൽ പക്ഷപാതം ഉണ്ടായി എന്നാ ആദ്യം ഞാൻ കരുതിയത്. പിന്നെയാ അറിഞ്ഞത് സുസ്മിത മോളെ കല്യാണം കഴിക്കാനിരുന്ന വിഷ്ണുവിന്റെ അമ്മയാ ഈ ജഡ്ജ് സത്യഭാമയെന്ന്. പിന്നെ ചിലര് പറയുവാ സുസ്മിത മോള് ഭാവി മരുമകളായതുകൊണ്ടാ സത്യഭാമ ഫൈനൽ റൗണ്ട് വരെ തോൽപ്പിക്കാതെ നിർത്തിയതെന്ന്. അങ്ങനെ ആരാ പറഞ്ഞത്? ആ ശാലിനി തന്നെ. കുടുംബശ്രീ ശാരദയുടെ പിഴച്ച സന്തതി. ചേച്ചിക്കറിയോ ആ കുട്ടിയെ? ഓ, അത് കുറച്ച് സങ്കടമുള്ളൊരു കഥയാണ് എന്റെ മോളെ. ശാലിനിയുടെ അമ്മ ശാരദ മോള് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ കപ്പും കാശും അടിച്ചെടുത്ത സ്ത്രീ തന്നെ. പണ്ട് ആ സ്ത്രീയുമായിട്ട് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണന്. ആണുങ്ങളല്ലേ, ചിലപ്പോ കണ്ണും കൈയും കാട്ടിയാ ഭ്രമിച്ചു പോയെന്നിരിക്കും. അങ്ങനെ പെട്ടുപോയി. പക്ഷെ പിന്നീട് ശാരദയ്ക്ക് മറ്റു പലരുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ ഗോപാലേട്ടൻ പിന്മാറിക്കളഞ്ഞു. എന്നെ കല്യാണം കഴിച്ചേ പിന്നെ ഗോപാലേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. എന്നാലും ആ ശാരദ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശാലിനി അടക്കമുള്ള 3 പെൺകൊച്ചുങ്ങളും ഗോപാലേട്ടന്റെതാണെന്നാ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. മാത്രമല്ല ഗോപാലേട്ടനെ അങ്ങോട്ട് വീണ്ടും വളയ്ക്കാനുള്ള ഒരു ശ്രമവും തുടങ്ങിയിട്ടുണ്ടാവിളിപ്പോ. സത്യം പറഞ്ഞ ആ ശാരദയെ മക്കളെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഓട്ടിച്ചു വിട്ടാ മതി എന്നായി എനിക്ക്. പക്ഷെ അതൊന്നും നടക്കില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്തുപറ്റി? ആ ശാലിനി പെണ്ണ് എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുകയല്ലേ എന്നെ ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കൂന്ന്. അവൾക്ക് അതിനുള്ള സ്വാധീനവും ബലവും ഒക്കെ ഉണ്ടെന്നാ അവള് വീമ്പടിക്കുന്നത്. അവക്കോ? അവൾക്ക് എന്ത് സ്വാധീനം? ആ, അതല്ലേ രസം. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? ശാരദയുടെ അല്ലേ വിത്ത്.
അവൾ ഒരാളെ വളച്ചു കെട്ടി വെച്ചിട്ടുണ്ടെന്ന് തന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ. ആരെ? ആ ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ തന്നെ.